മറ്റു വാർത്തകളിലേക്ക് കൂടി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നടൻ ജയറാമിന് ക്ലീൻ ചിറ്റ് നൽകിയ SIT. സ്വർണ്ണക്കൊള്ളയിൽ ജയറാമിന് നേരിട്ട് പങ്കില്ലെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി തെറ്റിദ്ധരിപ്പിച്ചതാണെന്നുമാണ് SITയുടെ നിഗമനം. നടനെ കേസിലെ പ്രധാന സാക്ഷിയാക്കും. അതേസമയം കേസിലെ പ്രതിയും ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമയുമായ ഗോവർദ്ധൻ ജാമ്യത്തിനായി സുപ്രീം കോടതിയെ സമീപിച്ചു. തീയതികളിലുണ്ടായ ആശയക്കുഴപ്പമായിരുന്നു നടൻ ജയറാമിനെ ചെന്നൈയിലെ വീട്ടിലെത്തി ചോദ്യം ചെയ്യാനുള്ള കാരണമായി SIT കണ്ടെത്തിയിരുന്നത്. എന്നാൽ നടന്റെ വിശദമായ മൊഴി പരിശോധിച്ച ശേഷം ക്ലീൻ ചിറ്റ് നൽകാനാണ് SIT തീരുമാനമെടുത്തത്. ജയറാം നൽകിയ മൊഴി വിശ്വാസയോഗ്യമാണ്. ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി തെറ്റിദ്ധരിപ്പിച്ചതുകൊണ്ടാണ് ജയറാം ദ്വാരപാലക പാളികളുടെയും കട്ടിളപ്പാളികളുടെയും പൂജകളിലും ഘോഷയാത്രയിലും പങ്കെടുത്തത്. ആദ്യ മൊഴിയിൽ തീയതികൾ മാറിപ്പോയതാണ്, മനഃപൂർവ്വമല്ല. പോറ്റിയുമായോ മറ്റു പ്രതികളുമായോ സാമ്പത്തിക ഇടപാടുകളും നടനുണ്ടെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നും SIT വ്യക്തമാക്കുന്നു. ജയറാമിനെ ഇനി ചോദ്യം ചെയ്യേണ്ടതില്ലെന്നാണ് SIT നിലപാട്. എന്നാൽ നടനെ കേസിലെ പ്രധാന സാക്ഷികളിൽ ഒരാളാക്കുമെന്നും വ്യക്തമാക്കി. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് ശരണം വിളിച്ചു മാത്രമായിരുന്നു നടന്റെ മറുപടി. ഇതിനിടെ കേസിലെ പ്രതിയും ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമയുമായ ഗോവർദ്ധൻ ജാമ്യാപേക്ഷ തള്ളിയ ഹൈക്കോടതി ഉത്തരവിനെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകി. അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുന്നുണ്ടെന്നും തന്റെ കസ്റ്റഡി ഇനി ആവശ്യമില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഗോവർദ്ധൻ അപ്പീൽ നൽകിയത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.